എസ് അങ്ങനെ മോദി സർക്കാരിന്റെ ഈ സർക്കാരിന്റെ ആദ്യത്തെ സമ്പൂർണ്ണ ബജറ്റാണ് ഇന്ന് അവതരിപ്പിക്കാൻ വേണ്ടി പോകുന്നത്. നമ്മൾ ഈ പറഞ്ഞതുപോലെ ഒരുപാട് പ്രശ്നങ്ങൾ നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ്. അതിൽ പണപ്പെരുപ്പം, വിലക്കയറ്റം, തൊഴിലില്ലായ്മ, സാധാരണക്കാരായ മനുഷ്യർ ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന പ്രശ്നങ്ങൾ ഇതൊക്കെയാണല്ലോ. ഈ വിഷയത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ഇടപെടലുകൾ ഉണ്ടാകുമോ എന്നതാണ് നമുക്ക് ഏറ്റവും അധികം അറിയേണ്ടത്. ലോകത്തെ നാലാമത്തെ വലിയ സാമ്പത്തിക ശക്തിയെന്ന് നമ്മുടെ കേന്ദ്ര സർക്കാർ അവകാശപ്പെടുമ്പോഴും മുക്കാൽ ശതമാനത്തോളം വരുന്ന മനുഷ്യർ ഇപ്പോഴും ദാരിദ്ര്യരേഖയ്ക്ക് താഴെയാണ് നമ്മുടെ രാജ്യത്തുള്ളത്. മാത്രമല്ല, ഈ ഒരു അവസരത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കഴിഞ്ഞ ദിവസം പുറത്തു വന്നിട്ടുള്ള റിപ്പോർട്ട് അനുസരിച്ച് സാമ്പത്തിക സർവേയിൽ വളർച്ച ഇടിയും എന്ന കാര്യം സമ്മതിക്കേണ്ടി വന്നു ഒടുവിൽ കേന്ദ്രത്തിന് എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ സമ്പത്തൊക്കെ, നമ്മുടെ രാജ്യത്തിന്റെ സമ്പത്തൊക്കെ വളരെ ചെറിയ ശതമാനം വരുന്ന വലിയ കോടീശ്വരരിലേക്ക് മാത്രം കേന്ദ്രീകരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ആ രീതിയിൽ ലോകത്തിലെ നാലാമത്തെ സാമ്പത്തിക ശക്തി എന്ന് പറയുമ്പോഴും ഇപ്പോഴും ജനകോടികൾ ദാരിദ്ര്യത്തിൽ കഴിയുന്ന ഒരു അപൂർവ രാജ്യമായിട്ട് ഇന്ത്യ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ അസമത്വം പരിഹരിക്കാൻ ഏതെങ്കിലും തരത്തിൽ ഇടപെടലുകൾ ഉണ്ടാകുമോ? നമുക്ക് നോക്കാം. സിബി ദില്ലിയിൽ നിന്ന് നമ്മളോടൊപ്പം ചേരുകയാണ്. ബജറ്റിന്റെ സമഗ്ര വിവരങ്ങളുമായി മഞ്ഞിൽ കുളിച്ചു നിൽക്കുന്ന ഒരു പ്രഭാതത്തിലാണല്ലോ സിബി. ഗുഡ് മോർണിംഗ്. നല്ല മഞ്ഞാണല്ലോ. ഇന്നത്തെ ഒരു ദിവസം എന്തായാലും അല്പം കൂടി കഴിഞ്ഞൊക്കെ ഗുഡ് മോർണിംഗ് കേരളത്തിൽ ഡൽഹിയിൽ നിന്നുള്ള വാർത്തകൾ എത്തിക്കാൻ കഴിയില്ലല്ലോ അല്ലെ? ഇന്ന് ആദ്യം തന്നെ സിബിയും ടീമുമാണ് നമുക്കൊപ്പം ചേരേണ്ടത്. ഗുഡ് മോർണിംഗ് സിബി. ഗുഡ് മോർണിംഗ് മനു, കാവ്യ. എന്തായാലും രാവിലെ നല്ല ഫോഗും മഞ്ഞൊക്കെയാണ്. ഞാനിന്നിപ്പോൾ രാവിലെ നമ്മുടെ പാർലമെന്റിന്റെ പശ്ചാത്തലം കാണിക്കാൻ വേണ്ടിയായി വന്നത്. പക്ഷേ ഇവിടെ ഒന്നും കാണാൻ കഴിയുന്നില്ല. ആ ഒരു അവസ്ഥയാണെങ്കിൽ പോലും ഇന്ന് ഈ പാർലമെന്റിൽ നമുക്ക് എന്തായാലും മഞ്ഞൊന്നിപ്പോൾ പാർലമെന്റ് എല്ലാം തന്നെയും ഇവിടെ എല്ലാം തന്നെയും തണുപ്പാണെങ്കിലും പാർലമെന്റ് അകത്ത് വലിയ ചൂടേറിയ ചർച്ചകളെല്ലാം തന്നെ വലിയ ചൂടേറിയ ഒരു ബജറ്റ് തന്നെ ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇന്നിപ്പോൾ മൂന്നാം മോദി സർക്കാരിൻ്റെ ആദ്യ സമ്പൂർണ്ണ ബജറ്റ് കൂടിയാണ്. ആ ബജറ്റ് ഏറെ ഉറ്റുനോക്കുകയാണ് കേരളം ഉൾപ്പെടെയുള്ള എല്ലാ സംസ്ഥാനങ്ങളും. ഇന്നിപ്പോൾ രാവിലെ 11 മണിയോടെ കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ കേന്ദ്ര ബജറ്റ് അവതരിപ്പിക്കും. നിർമ്മല സീതാരാമൻ്റെ 8ാമത്തെ ബജറ്റാണ് അവർ തുടർച്ചയായി ഇപ്പോൾ അവതരിപ്പിക്കുന്നത്. എന്തായാലും ഇന്നിപ്പോൾ രാവിലെ നോർത്ത് ബ്ലോക്കിലേക്ക് നിർമ്മല സീതാരാമൻ ധനമന്ത്രാലയത്തിലെ നോർത്ത് ബ്ലോക്കിലേക്ക് എത്തും. അതിനു മുമ്പ് ക്യാബിനറ്റ് യോഗം ചേർന്ന് ഈ ഒരു ബജറ്റ് അംഗീകരിക്കും. പിന്നീട് നോർത്ത് ബ്ലോക്കിൽ നിന്നും രാഷ്ട്രപതി ദ്രൗപദി മുർമുയെ കണ്ട് അനുമതി നേടും. പിന്നീടായിരിക്കും പാർലമെന്റിലേക്ക് എത്തുക. എന്തായാലും ഈ ഒരു കേന്ദ്ര ബജറ്റ് അവതരിപ്പിക്കുമ്പോൾ സ്വാഭാവികമായും മനു നേരത്തെ പറഞ്ഞ പോലെ തന്നെ കേരളം അടക്കമല്ലാതെ തന്നെ ഉറ്റുനോക്കുന്നത് കേരളത്തിന് പ്രത്യേകിച്ച് 24,000 കോടി രൂപയുടെ പ്രത്യേക പാക്കേജ് അടക്കം ആവശ്യപ്പെട്ടിരുന്ന സാഹചര്യമുണ്ട്. അതുകൂടാതെ വയനാടിനായി പ്രത്യേക സഹായം 2,000 കോടി രൂപയുടെ പ്രത്യേക ധനസഹായം ആവശ്യപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. ചിരകാല സ്വപ്നമായ എയിംസ് ഇത്തവണയും ഇത്തരത്തിൽ കേരളം പ്രതീക്ഷ അർപ്പിക്കുന്നു. കൂടാതെ വിഴിഞ്ഞം പദ്ധതിക്കായി 5,000 കോടി രൂപ കൂടുതൽ ധനസഹായം അടക്കമുള്ള എല്ലാ നിലയും പ്രതീക്ഷ അർപ്പിക്കുന്നു. അങ്ങനെ ശബരി റെയിൽപാത, നിരവധി റെയിൽവേ പദ്ധതികൾ അടക്കമെല്ലാ നിലയും വളരെ പ്രതീക്ഷയോടെയാണ് കേരളം ഇത്തവണയും ബജറ്റിനെ കാണുന്നത്. നമുക്ക് മുൻകാലത്തെ അനുഭവം വെച്ച് നോക്കുമ്പോൾ ഒരു വലിയ പ്രതീക്ഷ വെക്കേണ്ടതില്ല എന്നെല്ലാം നിലയും പറയുമ്പോഴും എല്ലാ ബജറ്റുകളിലും ഒരു പ്രത്യാശ അല്ലെങ്കിൽ ഒരു പ്രതീക്ഷ ഇത്തവണയും അർപ്പിക്കുകയാണ് കേരളം. എന്തായാലും ഇന്ന് 11 മണിയോടെ ഈ കേന്ദ്ര ബജറ്റ് അവതരിപ്പിക്കും. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നേരത്തെ വന്ന സാമ്പത്തിക സർവേ അനുസരിച്ച് ഈ നടപ്പ് സാമ്പത്തിക വർഷം 6.4% സാമ്പത്തിക വളർച്ച കൂപ്പുകുത്തുമെന്ന് കേന്ദ്ര സർക്കാരിന് സമ്മതിക്കേണ്ടി വന്നു. മാത്രമല്ല ഇനി 2026 സാമ്പത്തിക വളർച്ച എന്ന് പറയുന്നത് 6.3%നും 6.8%ലേക്കും ഇടയിലായിരിക്കുമെന്നും സാമ്പത്തിക സർവേ വിരൽ ചൂണ്ടുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും വലിയ സാമ്പത്തിക മാന്ദ്യമുണ്ട് എന്ന് കേന്ദ്ര സർക്കാരിന് സമ്മതിക്കേണ്ടി വരുന്നു. കഴിഞ്ഞ തവണ എല്ലാം തന്നെയും ഊതി വീർപ്പിച്ച ചില സാമ്പത്തിക സർവേകളെല്ലാം തന്നെയും പുറത്തുവിട്ടെങ്കിലും ഈ തവണ അത് ഉണ്ടായിട്ടില്ല, അല്ലെങ്കിൽ ഈ തവണ അത്തരത്തിൽ സമ്മതിക്കേണ്ടി വരുന്നു എന്നുള്ളൊരു സാമൂഹിക പശ്ചാത്തലം കൂടി. ഈ ബജറ്റ് ധനമന്ത്രി അവതരിപ്പിക്കുമ്പോൾ നമ്മൾ ഏറ്റവും അധികം ആകാംക്ഷയോടെ കാത്തു നിൽക്കുന്നത് സാധാരണക്കാരായ മനുഷ്യരുടെ ജീവിതത്തെ ബാധിക്കുന്ന പ്രശ്നങ്ങളിൽ ഏത് തരത്തിലുള്ള ഇടപെടലുകൾ ഉണ്ടാകുമെന്നറിയാനാണ്. ഇപ്പോൾ വിലക്കയറ്റം രാജ്യത്ത് ഏറ്റവും കൂടുതൽ രൂക്ഷമായി നിൽക്കുന്നതാണ്. കാരണം പണപ്പെരുപ്പം കൂടിയും കുറഞ്ഞു നിൽക്കുന്നു, അത് നിയന്ത്രിക്കാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ വിലക്കയറ്റം പരിഹരിക്കാൻ എന്ത് തരത്തിലുള്ള ഇടപെടലുകൾ വരും? മറ്റൊന്ന്, തൊഴിലില്ലായ്മ എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട പ്രശ്നമുണ്ട്. പല സാമ്പത്തിക സർവേകളിലും തൊഴിലില്ലായ്മയുടെ വസ്തുതകൾ മൂടിവെക്കുകയാണ് കേന്ദ്രം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ തൊഴിലില്ലായ്മ പരിഹരിക്കാൻ ഇടപെടലുകൾ, പ്രത്യേകിച്ചും കേന്ദ്ര സർവീസിൽ തന്നെ എത്രയോ തസ്തികകളാണ് നികത്താതെ കിടക്കുന്നത്, ലക്ഷക്കണക്കിന് നികത്താതെ കിടക്കുകയാണ്. ആ മേഖലയിലേക്ക് എന്തു ചെയ്യാൻ പറ്റും? മറ്റൊന്ന്, ഈ പറയുന്നത് പോലെ നമ്മുടെ സംസ്ഥാനങ്ങൾക്ക് എന്ത് തരത്തിലുള്ള വീതം വയ്പായിരിക്കും അല്ലെങ്കിൽ നീക്കിയിരിപ്പായിരിക്കും തരിക? പ്രത്യേകിച്ചും കഴിഞ്ഞ തവണയൊക്കെ വലിയ അവഗണനകൾ നേരിട്ട കേരളം ഇത്തവണ ഏതെങ്കിലും തരത്തിൽ പ്രതീക്ഷ വെക്കേണ്ടതുണ്ടോ? ഇതൊക്കെയാണ് നമുക്കറിയേണ്ടത്.
തീർച്ചയായും മനു അത് തന്നെയാണ്. കാരണം നമുക്കറിയാം വലിയ വിലക്കയറ്റം അതിരൂക്ഷമായി അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ജനങ്ങൾ. അതുമാത്രമല്ല ഈ പണപ്പെരുപ്പം നിയന്ത്രിക്കാൻ കഴിയാത്ത സാഹചര്യമുണ്ട്. അങ്ങനെയെല്ലാം തന്നെയും തൊഴിലില്ലായ്മ വലിയ പ്രശ്നമായി നിൽക്കുന്നു. ആഗോള സൂചികയിൽ എല്ലാ തലത്തിലും ഈ നമ്മുടെ രാജ്യം പുറകോട്ട് പോകുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ ഒരു പശ്ചാത്തലമെല്ലാം തന്നെയും ഇതിനെല്ലാം തന്നെയും മറികടക്കാൻ വേണ്ടി എന്ത് മാഞ്ചിക്കാണ് ഈ ഒരു കേന്ദ്ര ബജറ്റിലുള്ളത് എന്നാണ് ഏറ്റവും പ്രധാനമായി ഉറ്റുനോക്കുന്നത്. പ്രത്യേകിച്ച് ഇന്നലെ കഴിഞ്ഞ ദിവസം രാഷ്ട്രപതി ദ്രൗപദി മുർമു നയപ്രഖ്യാപന പ്രസംഗത്തിൽ പറഞ്ഞത് ഈ മിഡിൽ ക്ലാസ്സുകൾക്ക് പ്രത്യേകമായൊരു പരിഗണന നൽകുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതെല്ലാം തന്നെ ഒരു മധ്യവർഗത്തിന് ആദായ നികുതിയിൽ അടക്കമെല്ലാം തന്നെയും ഒരു മാറ്റമുണ്ടാകുമോ, അതോടൊപ്പം തന്നെ ഈ നികുതി ഘടന ഉണ്ടാകുന്ന മാറ്റം അത് വലിയ ആശ്വാസമാകുമോ എന്നെല്ലാം തന്നെയും ഏറെ ഉറ്റുനോക്കുന്ന ഒരു ബജറ്റ് കൂടിയാണ് ഇത്. പ്രത്യേകിച്ച് ഒരു ജനപ്രിയ ബജറ്റ് പ്രതീക്ഷിക്കേണ്ടതില്ല എന്ന് നമുക്ക് അനുമാനിക്കേണ്ട ഒരു പ്രത്യേകിച്ച് മറ്റുള്ള തെരഞ്ഞെടുപ്പുകളൊന്നും തന്നെയും ഇപ്പോൾ നിലവിലില്ല. ഈ മധ്യവർഗത്തിന് ഒരു പ്രത്യേക പരിഗണന നൽകുമെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു പറയുമ്പോൾ നമുക്കറിയാം ഈ മധ്യവർഗത്തിന് ഏറ്റവും കൂടുതൽ വോട്ട് ബാങ്കുള്ള ദില്ലിയിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നൊരു പശ്ചാത്തലം കൂടി, ഒരു രാഷ്ട്രീയ സാഹചര്യം കൂടി ഉണ്ട് എന്നുള്ളതും ശ്രദ്ധേയമാണ്. എന്തായാലും മറ്റു ജനപ്രിയ പദ്ധതികളിൽ നമുക്ക് പ്രതീക്ഷിക്കേണ്ടതില്ല. കേരളത്തെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ടത് നമുക്കറിയാം വലിയ സാമ്പത്തിക ബാധ്യതയിലൂടെ കേരളം മുന്നോട്ട് പോകുന്നു. കടമെടുപ്പ് പരിധി 3 നിന്ന് 3.5 മാറ്റണമെന്ന് ധനമന്ത്രി KN ബാലഗോപാൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതുകൂടാതെ GST വിഹിതം വർദ്ധിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഈ കാർഷിക വിളകളുടെ പ്രത്യേകിച്ച് റബ്ബറിനെല്ലാം തന്നെയും താങ്ങുവില്ല, കാർഷിക വിളകളുടെ മിനിമം താങ്ങുവില്ല, ഇതെല്ലാം തന്നെയും നിരവധി ജനങ്ങളെ ബാധിക്കുന്ന നിരവധി വിഷയങ്ങളെല്ലാം തന്നെയും ഇപ്പോഴും കഴിഞ്ഞ ബജറ്റിലും ഉണ്ടായിരുന്നു, ഈ ബജറ്റിലും ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. യും ബജറ്റിൽ ഇടം പിടിക്കുമോ എന്നുള്ളത് ഏറെ ശ്രദ്ധേയമായ കാര്യം തന്നെയാണ്. എന്തായാലും നമുക്കറിയാം കഴിഞ്ഞ ബജറ്റിൽ ഈ മോദി സർക്കാരിനെ അല്ലെങ്കിൽ മൂന്നാം മോദി സർക്കാർ മുൻപുള്ള സർക്കാരെ വെച്ച് നോക്കുമ്പോൾ മൂന്നാം മോദി സർക്കാർ എന്നുള്ളൊരു കൂട്ട് കക്ഷി മന്ത്രിസഭയാണ്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ബജറ്റിൽ ബീഹാറിനും ആന്ധ്രാപ്രദേശിനും JDUവും ആന്ധ്രാപ്രദേശിനും എല്ലാം തന്നെയും ആ താരതമ്യം ഭയങ്കര രസകരമായിരിക്കും. കാരണം കഴിഞ്ഞ 2 തവണത്തേതുപോലല്ല ഇത്തവണ വണ്ടി ഓടിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ നിതീഷ് കുമാറിന്റെയും ഒപ്പം തന്നെ ചന്ദ്രബാബു നായിഡുവിന്റെയും സഹായത്തോടെയാണ് ഇത്തവണ മോദി ഡ്രൈവിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായും ആന്ധ്രയിലേക്കും ബീഹാറിലേക്കും വാരിക്കോരി കൊടുക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ഫോക്കസ് എങ്ങോട്ടായിരിക്കും, അതാണ് ഞങ്ങളുടെ ചോദ്യം. അതിലൊരു സംശയവും വേണ്ട. തീർച്ചയായും ഫോക്കസ് നമുക്ക് മുൻകാല അനുഭവം വെച്ച് നോക്കുമ്പോൾ സ്വാഭാവികം നമുക്കറിയാം BJP ഭരിക്കുന്ന അല്ലെങ്കിൽ NDA ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലേക്കാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കഴിഞ്ഞ തവണ അതും മറികടന്ന് ഈ NDA ഭരിക്കുന്ന ബീഹാറിലേക്കും ആന്ധ്രാപ്രദേശിനും വാരിക്കോരി പ്രത്യേക പാക്കേജുകൾ നൽകുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. അത് ഇത്തവണയും ആവർത്തിക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം ഇത്തവണയും ചന്ദ്രബാബു നായിഡുവും നിതീഷ് കുമാറെല്ലാം നിലയിൽ നിരവധി പദ്ധതികൾക്ക് വേണ്ടി ഇത്തരത്തിൽ ചോദിച്ചിട്ടുണ്ട്. ചില പദ്ധതികൾക്ക് വേണ്ടി എല്ലാം തന്നെ കോടികൾ ചോദിച്ചിരിക്കുന്ന സാഹചര്യമുണ്ട്. സ്വാഭാവികമായും അവരെ പരിഗണിക്കാതെ മൂന്നാം മോദി സർക്കാരിന് മുന്നോട്ട് പോകാനാവില്ല. കാരണം ഈ സർക്കാരിനെ പിടിച്ചു നിർത്തുന്നത് JDUവും ചന്ദ്രബാബു നായിഡുവിൻ്റെ പാർട്ടിയൊക്കെയാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് വാരിക്കോരി കൊടുക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. പക്ഷേ ഈ വലിയ പ്രഖ്യാപനങ്ങൾ നടത്തുമ്പോഴും ഈ പ്രഖ്യാപനങ്ങൾ നടത്തുന്ന ഈ തുക ലഭിക്കുന്നുണ്ടോ എന്നത് സംശയമാണ്. പക്ഷേ ഈ പ്രഖ്യാപനത്തിൽ പോലും കേരളത്തിൻ്റെ പേര് വെറുതെ പോലും പറയുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കേരളത്തിന് പൂർണ്ണമായും അവഗണന എല്ലാ കാര്യങ്ങളുമുണ്ട്. ആ അവഗണന കേന്ദ്ര ബജറ്റിൽ വലിയ രീതിയിൽ നിൽക്കുന്നു. അതിന് ഏറ്റവും പ്രധാനമായൊരു കാരണമായി പറയുന്നത് വിചിത്രമാണ്. കാരണം എല്ലാ സൂചികയിലും കേരളം മുന്നിലാണ് എന്നുള്ളതാണ് ഇതിൽ പറയുന്നത്. പ്രത്യേകിച്ച് എയിംസ് അടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് നേരത്തെ ജോൺ ബ്രിട്ടാസ് MP അടക്കം രാജ്യസഭയിൽ പലതവണ എഴുതി ചോദിക്കുകയും അദ്ദേഹം പലതവണ ആവശ്യം എല്ലാം ചെയ്യുമ്പോൾ അവിടെ നൽകിയ വിചിത്രമായ മറുപടി എന്ന് പറയുന്നത് ഈ ആരോഗ്യ വിദ്യാഭ്യാസ മേഖലയിൽ കേരളം ഏറെ മുന്നിലാണ്. അതുകൊണ്ട് തന്നെ പിന്നിലായവരെ സഹായിക്കണം, മുന്നിൽ പോയവരെ സഹായിക്കേണ്ടതില്ല എന്നുള്ള നിലപാട് സ്വീകരിക്കുന്നു. അതായത് ഈ മേഖലയെല്ലാം തന്നെയും കാരണം ഇവിടുത്തെ ഭരണ സംവിധാനങ്ങൾ പണിയെടുത്തുണ്ടാക്കിയതല്ലേ ആ മുന്നിലോട്ട് പോയ നേട്ടമെന്ന് പറയുന്നത്. മറ്റുള്ളവർ അത് ചെയ്യാതിരുന്നതിന് നമ്മൾ എന്ത് പിഴച്ചു? അതിനുവേണ്ടി നമ്മൾ അനുഭവിക്കണമെന്നാണോ? നമുക്ക് നൽകേണ്ട വിഹിതം കൂടി അങ്ങോട്ടേക്ക് കൊണ്ടുപോവുകയാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മളിൽ നിന്ന് 1 രൂപ പിരിച്ചുകൊണ്ട് പോകുമ്പോൾ നമുക്ക് തിരികെ കിട്ടുന്നത് എത്രയാണ്? .something പൈസയാണ്. ഉത്തർപ്രദേശിനൊക്കെ എത്രയാണ് തിരികെ കിട്ടുന്നത് നമുക്കറിയാമല്ലോ. സിബി, മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ അവഗണനയൊക്കെ ഉണ്ടെങ്കിലും ഇന്നലെ സാമ്പത്തിക സർവേ റിപ്പോർട്ട് വന്നപ്പോൾ അതിൽ എഴുതിയൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. കേരളത്തെക്കുറിച്ച് ഓർത്ത് ഇന്ത്യക്ക് അഭിമാനമുണ്ട്. കാരണം തദ്ദേശ സ്ഥാപനങ്ങളുടെയൊക്കെ കൃത്യമായ ഉപയോഗത്തിലൂടെ സുസ്ഥിര വികസനത്തിൽ കേരളം വളരെയധികം മുന്നോട്ട് പോയിരിക്കുന്നു. അതിൽ ഇന്ത്യ അഭിമാനിക്കുന്നു എന്നാണ് സാമ്പത്തിക സർവേ റിപ്പോർട്ടിൽ പറഞ്ഞു വച്ചിരിക്കുന്നത്. മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങളുടെ ഈ അവഗണനകൾക്കിടയിലും കേരളം അതിൻ്റെ തനതായ കരുത്തിൽ മുന്നോട്ട് പോകുന്നുണ്ട് എന്ന് ആ ഒരൊറ്റ വാചകത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും.
തീർച്ചയായും ഇന്നത്തെ സാമ്പത്തിക സർവേയിൽ പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം കേരളത്തിൻ്റെ മാതൃകയെ അഭിനന്ദിച്ചുകൊണ്ട് ആ സാമ്പത്തിക സർവേ വിരൽ ചൂണ്ടുന്നത് പ്രത്യേകിച്ച് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴി സുസ്ഥിര വികസനം നടപ്പാക്കുന്നതിൽ കേരളം വലിയ മാതൃകയാണ് എന്ന് ഈ സാമ്പത്തിക സർവേയിൽ അക്കമിട്ട് നിർത്തുന്നു. അതിൽ പ്രത്യേകിച്ച് കേരളം ഉൾപ്പെടെ ഈ ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ഓരോ പദ്ധതികളും ബോധവൽക്കരണവും എല്ലാം തന്നെ മുന്നോട്ട് പോകാൻ വേണ്ടി കേരളം തന്നെ രൂപം കൊടുത്ത കില പോലുള്ള ഇത് കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ കില പോലുള്ള സംവിധാനം എല്ലാം തന്നെയും ഏറെ പ്രയോജനകരമായി അത് ഏറെ ശ്രദ്ധേയമായി അത് ഫലം കാണുന്നുവെന്ന് കൃത്യമായി ഈ ഒരു മാതൃകയായി തന്നെ സാമ്പത്തിക സർവേയിൽ ഇടപെടിക്കുന്നു. ഈ കില വഴിയുള്ള പ്രവർത്തനങ്ങളാണ് ഇതിൽ മാതൃകയായത്. മാത്രമല്ല പരിശീലനവും ദാരിദ്ര്യ നിർമ്മാർജ്ജനവും പാരിസ്ഥിതിക പ്രതിരോധം ഉൾപ്പെടെയുള്ള എല്ലാ ആസൂത്രണത്തിലും എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളുടെ എല്ലാം തന്നെയും മുന്നേറ്റത്തിലെല്ലാം തന്നെയും ഈ ഒരു കില പോലുള്ള വഴിയുള്ള എല്ലാ പ്രവർത്തനങ്ങളും എല്ലാം തന്നെയും തദ്ദേശ സ്ഥാപനങ്ങളുടെ പ്രവർത്തനങ്ങൾ ഏറെ മാതൃകയാണെന്ന് അത് പ്രശംസാവഹമാണെന്നും അഭിനന്ദിക്കുന്ന ഒരു സാഹചര്യം കൂടി ഇന്നലെ ഈ സാമ്പത്തിക സർവേയിൽ ഉണ്ടായി. എന്തായാലും അത് ഏകദേശം ഒരു പേജോളം കേരളത്തെ അഭിനന്ദിച്ചുകൊണ്ടുള്ള ഒരു ആ സാമ്പത്തിക സർവേയിലെ ഒരു പേജിൽ മുഴുവനായും കേരളത്തെ അഭിനന്ദിച്ചുകൊണ്ട് കേരളത്തിലെ ഈ പ്രവർത്തനങ്ങളെ അഭിനന്ദിച്ചുകൊണ്ടുള്ള ഒരു കാര്യം കൂടി ഇന്നലെ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തുണ്ടായി എന്നുള്ളതും ഏറെ അഭിമാനകരമായ ഒന്ന് തന്നെയാണ്. എന്തായാലും ഈ കേന്ദ്ര ബജറ്റ് ഇന്നിപ്പോൾ രാവിലെ 11 മണിയോടെ ബജറ്റ് അവതരിപ്പിക്കും. ഇനിയിപ്പോൾ മണിക്കൂറുകൾ മാത്രമേ ബാക്കിയുള്ളൂ. കേരളത്തിലെ എം പിമാരെല്ലാം തന്നെയും നേരിട്ട് കേരളത്തിലെ എല്ലാ നിവേദനങ്ങളും അല്ലെ കേരളത്തിൻ്റെ എല്ലാ ആവശ്യങ്ങളും ചൂണ്ടിക്കാട്ടുകൊണ്ട് നിവേദനങ്ങൾ നേരിട്ട് കേന്ദ്ര ധനകാര്യമന്ത്രിക്ക് എല്ലാം തന്നെ നൽകിയിട്ടുണ്ട്. നമ്മുടെ ധനമന്ത്രി KN ബാലഗോപാൽ നിരവധി തവണ ഇവിടെ എത്തിയിരുന്നു, ഈ പ്രീ ബജറ്റ് സമ്മേളനത്തിൽ എത്തിയിരുന്നു. അവരെല്ലാം തന്നെയും ധനമന്ത്രി നേരിട്ട് കണ്ടുകൊണ്ട് കേരളത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി എല്ലാം തന്നെയും ചൂണ്ടിക്കാട്ടിക്കൊണ്ട് 24,000 കോടി രൂപയുടെ പ്രത്യേക പാക്കേജ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. കഴിഞ്ഞ ബജറ്റിന് മുൻപും ഇതേ രീതിയിൽ ആവശ്യപ്പെട്ടിരുന്നെങ്കിലും നമുക്ക് ഒരു രൂപ പോലും ലഭിക്കാത്ത സാഹചര്യമുണ്ട്. എന്നാലും ഇത്തവണയും പ്രതീക്ഷ കൈവിടുന്നില്ല. പ്രതീക്ഷ കൈവിടാതെ തന്നെ മുന്നോട്ട് പോവുകയാണ്. ഏതായാലും ഈ മഞ്ഞൊക്കെ ഒന്ന് ആറിക്കഴിയുമ്പോഴേക്കും ഈ പാർലമെന്റ് ഒക്കെ ഒന്ന് കണ്ടു തുടങ്ങുന്ന സമയമാകുമ്പോഴേക്കും ഞങ്ങൾ തിരികെ സിബിയിലേക്ക് വീണ്ടും വരാം. അവിടുന്ന് എം പിമാരൊക്കെ നമ്മളോടൊപ്പം തത്സമയം ചേരേണ്ടതാണ്. മറ്റൊരു കാര്യം കൂടി, സിബിക്ക് ഒരുപാട് തിരക്കുള്ളതുപോലെ അതെ, സിബി ഇന്ന് ഒരുപാട് തിരക്കുള്ള ദിവസമാണ്. ഒരുപാട് ഗസ്റ്റുകൾ നമുക്കൊപ്പം പ്രേക്ഷകരോട് ഒരിക്കൽ കൂടി പറയണം, ഇന്ന് രാവിലെ 9 മണി മുതൽ തത്സമയം കേന്ദ്ര ബജറ്റുമായി ബന്ധപ്പെട്ട മുഴുവൻ ചർച്ചകൾ, വിശകലനങ്ങൾ ഒക്കെ നമ്മുടെ കൈരളി ന്യൂസിലുണ്ടാകും. അപ്പോൾ സിബി, ഓക്കെ, താങ്ക് യു. കുറച്ച് സമയം കഴിയുമ്പോൾ തിരികെ എത്താം.